ഹലോ ഗൈസ്, സമയം 2:33. ഫ്രീ ഫയർ കമ്മ്യൂണിറ്റി ഒരു മീറ്റപ്പ് നടത്തുന്നുണ്ട് എറണാകുളത്ത് വെച്ചിട്ട്. ആ ഒരു മീറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ പോവാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഫ്രണ്ടിലാണുള്ളത്. ഇനി നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏറനാട് എക്സ്പ്രസ് പിടിച്ച് നമ്മൾ നേരെ എറണാകുളത്ത് പോവാണ്. എറണാകുളത്ത് പോയിട്ട് ബാക്കി നോ ഗൈസ്, റോഡിൻ്റെ നടുക്ക് ഒരു നമ്പർ പ്ലേറ്റ് പടമായിട്ടിരിക്കുന്നു. KL 01 CD 5883. അടിപൊളി. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ എന്തോടാ എൻ്റെ പേര് കയറുന്ന സാധനത്തിൻ്റെ എസ്കലേറ്റർ കയറി 3ാമത്തെ പ്ലാറ്റ്ഫോം ഇതാ ഇവിടെയാണ്. ഇനി നമ്മുടെ കോച്ച് വന്ന് നിൽക്കുന്ന നമ്പർ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് പോയി നിൽക്കണം. അപ്പോൾ അത് ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. ഹേ ഗൈസ്, നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇതാണ് ട്രെയിൻ. വേറെ ടിക്കറ്റൊന്നും ഇല്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നേരത്തെ എത്തണം എന്നുള്ളത് കൊണ്ടും തലേ ദിവസമേ പോയി അവിടെ പോസ്റ്റ് ആവേണ്ട എന്നുള്ളത് കൊണ്ടും ആ ലെവലിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. നല്ല ഉറക്കം വരുന്നുണ്ട്. ഒന്ന് ഉറങ്ങി എണീക്കപ്പോൾ അവിടെ എത്തും. ഗൈസ്, എറണാകുളം എത്തി. വെയിറ്റിംഗ് ഫോർ ഊബർ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രീ ഫയർ കമ്മ്യൂണിറ്റിയുടെ മീറ്റപ്പിൻ്റെ ആ ഒരു കൺവെൻഷൻ സെൻറ്ററിലാണുള്ളത്. അകത്ത് നമുക്ക് ഇഷ്ടം പോലെ അറിയാവുന്ന ക്രിയേറ്റേഴ്സും മിസ്റ്റർ പെർഫെക്റ്റ് ടെക് ഉണ്ട്, ശരത് നിയോൺ ടെക് ഉണ്ട്, അശ്വിൻ ഭാസ്കർ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ബ്രാൻഡുകളുടെ PC റിഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെല്ലാം കാണാം. ലെറ്റ്സ് ഗോ. ഗൈസ്, നമ്മുടെ മിസ്റ്റർ പെർഫെക്റ്റ് ടെക്കിനെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഇവൻറ്റിലൊന്നും ഞാൻ അധികം പോകാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. ആൻഡ് ഈഗിൾ ബ്രോ, നമ്മുടെ ഈഗിൾ ബ്രോ ഇവിടെ ഉണ്ട്. മിസ്റ്റർ പെർഫെക്റ്റ് ഞാൻ കാണാറുണ്ട്. ഹലോ ഗൈസ്, നമസ്കാരം. ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഈ ഒരു ഇവൻറ്റിൽ വിളിച്ചതിൽ. ഞാൻ എൻ്റെ മെയിൻ ചാനലിൽ ടെക്നോളജി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം കിട്ടുന്ന കുറച്ച് സമയമുണ്ട്. ഒരു 10 മണി മുതൽ ഒരു 12 മണി വരെ രാത്രി. അപ്പോൾ ഈ സമയത്താണ് ഞാൻ യൂഷ്വലി സ്ട്രീം ചെയ്യാറ്. അങ്ങനെ സ്ട്രീം ചെയ്യുന്ന സമയത്ത് പൊതുവെ ആളൊക്കെ കുറവാണ്. എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഫ്രീ ഫയറിനകത്ത് കയറി കളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ PUBG കളിക്കുന്നുണ്ടാവും. തിരക്കാണ് എല്ലാവരും. അപ്പോൾ ഒരു സമയം ഞാൻ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് 5 വ്യൂവേഴ്സ് ആട്ടോ ഉണ്ടായിരുന്നത്. 5 വ്യൂവേഴ്സ്, ബാക്കി ആരുമില്ല. 5 വ്യൂവേഴ്സിൽ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഞാൻ ഗെയിമിൽ നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ വ്യൂവേഴ്സ് നോക്കുന്നുണ്ട്. 5 പേരെ കാണുന്നുള്ളൂ, ഒരു 6ാമതൊരാൾ വരുന്നില്ലല്ലോ എന്നൊക്കെ എന്നെ കരുതിയിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സഡൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഗെയിമിനകത്ത് ചത്തതിന് ശേഷം പിന്നെ സ്ക്രീന് നോക്കുന്ന സമയത്ത് ഈ വെരിഫൈഡ് അക്കൗണ്ട് ഉണ്ടല്ലോ, അതായത് യൂട്യൂബിൽ 1 lakh സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞവർക്ക് വെരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടും. വെരിഫൈഡ് അക്കൗണ്ടിൻ്റെ ഒരു ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FFKYC എന്നാണ് #. അന്ന് 5 എന്ന് പറഞ്ഞിട്ടുള്ള വ്യൂവേഴ്സിൽ കിടന്നത് 200, 300, 400, ഓൾമോസ്റ്റ് 1000 വ്യൂവേഴ്സ് എത്തി. എൻ്റെ ഒരു സ്ട്രീമിങ് കരിയറിൽ എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് നമ്മുടെ FFKYC തന്നിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് നൗഫൽ ബ്രോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 10:30 എന്തോ ആണ് എന്നെ വിളിച്ചത് രാത്രി. അപ്പോൾ വിളിച്ചിട്ട് ആദ്യമായിട്ട് ഒരാളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നത് പോലെയൊന്നുമല്ല വിളിച്ചത്. അമലെ, ഒരു പ്രോഗ്രാം ഉണ്ട്, എറണാകുളത്താണ്, വരണം, ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചിരിക്കാം, ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ആൻഡ് എന്നെ FFKYCക്കകത്ത് നാഴിക്ക് 40 വട്ടം പറയുന്ന ഗിഗ് ബോസിലെ നമ്മുടെ പ്രശാന്ത് ഏട്ടനും ഒരുപാട് താങ്ക് യു. ആൻഡ് ദിസ് ഓൾ തിങ് ഈസ് വെരി ഗുഡ്. ഈ ഒരു എന്താണ്, ടെക്നോളജിയിലുള്ളവരുണ്ട്, എൻ്റർടൈൻമെൻറ്റിലുള്ളവരുണ്ട്, മ്യൂസിക്കിലുള്ളവരുണ്ട്, ഗെയിമിങ്ങിലുള്ളവരുണ്ട്, ഫുൾ ടൈം ഗെയിമേഴ്സ് ഉണ്ട്. എല്ലാ രീതിയിൽ നിന്നുള്ള ആളുകളെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഫംഗ്ഷൻ നടത്താൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് സോ ഗുഡ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ രാവിലത്തെ ഇവൻറ്റ് മൊത്തം കംപ്ലീറ്റ് ആയി. അടിപൊളി ഇവൻ്റ് ആയിരുന്നു. നമ്മളവിടെ പോയി കുറേ അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഗിവ് അവേയുടെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അടിച്ചു പൊളിച്ചു. അതിനുശേഷം നമ്മൾ റൂമിലേക്ക് വന്നിട്ട് ഇനി റാഡിസൺ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്ക് പോവാണ്.
രാവിലത്തെ ഇവൻറ്റ് കംപ്ലീറ്റ്ലി സബ്സ്ക്രൈബേഴ്സിനും കൂടിയായിരുന്നു. എന്നാൽ ഇനിയുള്ള ഇവൻറ്റ് എക്സ്ക്ലൂസീവ്, അതായത് നമ്മുടെ ഗസ്റ്റിനും നമ്മുടെ മെമ്പേഴ്സിനും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻ്റാണ്. അപ്പോൾ അതിലേക്ക് പോവാണ് കേട്ടോ. ലെറ്റ്സ് ഗോ. ഹേ ഗൈസ്, നമ്മളിപ്പോൾ റാഡിസൺ ബ്ലൂവിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ കൂടെ ഒരാളുണ്ട്. എവിടെ? ഇങ്ങോട്ട് വേണോ? വെട്ടത്തോട് വേണോ? വെട്ടമില്ല. യെസ്, നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ശരത് ന്യൂൺ ടെക്. അത് മാത്രമല്ല, ഞാൻ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതും നമ്മുടെ ഈ ടെക് കമ്മ്യൂണിറ്റിയിൽ സിംഹം എന്ന് പറയുന്ന ആള് നമുക്ക് കാണിച്ചു തരാവേ. സിംഹമേ, അതേക്ക് വരട്ടെ. സിംഹത്തിനൊന്ന് സമാധാനമായിട്ട് വിടും. സിംഹം ഒന്ന് ഒരു 2 മിനിറ്റ് മുള്ളാൻ പോയതാണ്. യെസ്, നമ്മുടെ വ്ളോഗിൽ നോക്കി എന്തെങ്കിലും പറയൂ. ഫസ്റ്റ് ടൈമാണ് ഞാനും അമലും മീറ്റ് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അമലിനോട് സംസാരിക്കാൻ പറ്റി. നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഈ വ്ളോഗിൽ പങ്കുചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പിന്നെ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് എന്നാലും ഒന്നുകൂടി പറയാം. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ദിവസമായിരുന്നു. കുറേ നാൾക്ക് ശേഷം വീണ്ടും അമലിനൊന്ന് കാണാനായിട്ട് പറ്റി. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു എൻറ്റയർ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ എൻറ്റയർ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ പവർ എന്ന് പറയുന്നത് ഈ പിള്ളേരാണ്. അപ്പോൾ എല്ലാവരെയും നമുക്ക് ഓരോ ആൾക്കാരായിട്ട് പരിചയപ്പെടാം. അതായത് നമ്മുടെ FFKYCയുടെ ഓരോ മെമ്പേഴ്സാണ്. ഇത്രയും പേരല്ല, 200 പേരില്ലേ? 200-ലധികം യൂട്യൂബ് ചാനലുണ്ട്. വാ. ആൻഡ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഹിപ്സ്റ്ററും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ബ്രോ ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട്. മെയിനായിട്ട് എനിക്ക് ബ്രോയുടെ വീഡിയോ ക്വാളിറ്റി, താങ്ക് യു വീഡിയോ ക്വാളിറ്റി പ്ലസ് തംബ്നെയിൽ ഒരു രക്ഷയില്ല. കണ്ടൊന്ന് ക്ലിക്ക് ചെയ്തത് വീഡിയോ ക്വാളിറ്റി വേറെ ലെവൽ, ഒരു രക്ഷ. താങ്ക് യു ബ്രോ. എവിടെ സ്ഥലം? എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞാൻ പിന്നെ ഇപ്പോൾ 1 വർഷത്തെ പുറത്തെ ഇവിടെ. ഓക്കെ, എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു. പേര് ഷിബിലി, ചാനൽ നെയിം FFKYC. ഓക്കെ. പേര് ആരോമല, ചാനൽ നെയിം ഗെയിം വിത്ത് റെഡിക്സ്. പേര് ജെമീഷ്, ചാനൽ നെയിം പ്രോത്തലപ്പൻ. പേര് അതുൽ, ചാനൽ നെയിം കോക്കാച്ചു വേട്ടി. എൻ്റെ അനിയനാണ്. പേര് അമൽ, ചാനൽ നെയിം കോക്കാച്ചു വേട്ടി. പേര് ആദർശ്, ചാനൽ നെയിം GH ആദർശ്. പേര് ജാബിർ, ചാനൽ നെയിം ജിൻഹിയാണ്. വിഷ്ണു. പേര് അശ്വന്ത്, ചാനൽ നെയിം ഗെയിം വിത്ത് ക്രിസ്. എന്തോ ഗെയിം വിത്ത് ക്രിസ്. നമ്മുടെ FFKYCയുടെ ഒരു മീറ്റപ്പിൻ്റെ നൈറ്റിൽ ഒരു DJ പാർട്ടി പോലെയൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് സോ കൂൾ. അതുമാത്രമല്ല, നമ്മളിപ്പോൾ കുറേ പേരൊക്കെ ആയിട്ട് രാവിലെയൊക്കെ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് വളരെ ഡീപ്പായിട്ട് കുറച്ചുകൂടി കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റി. അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. കുറേ അടുത്ത് മീറ്റ് ചെയ്യാൻ പറ്റി. ഇൻ പേഴ്സൺ മീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ, ഇന്നത്തെ രാത്രി ഇവിടെ കിടന്ന് അടിച്ച് പൊളിച്ചിട്ട് രാവിലെ എങ്ങനെ 6 മണിക്ക് ട്രെയിനിൽ കയറി പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു പിടിയില്ല. പക്ഷേ പൊളിയായിരിക്കും. പിന്നെ ഈ പിള്ളേരുണ്ടല്ലോ, മുത്താണ് മുത്ത്. FFKYC പൊളി. Meetup 3.0. ചായക്ക് പാലുണ്ടോ? ഇവിടിപ്പോ കഴിക്കാനുണ്ട്. കുടല് കരിയുന്ന പോലെ. എന്ത് ഡേ ആയിരുന്നു എന്നറിയാമോ? ഒരു രക്ഷയില്ലാത്ത ഡേ. ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ഡേ. രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, അതായത് 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇവിടെ ഒരു 11 മണിയായപ്പോൾ ഇവൻറ്റിൽ ചെന്നപ്പോൾ മുതൽ ഈ പിള്ളേർ ഭയങ്കര സ്നേഹമുള്ള പിള്ളേരാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടം പോലെ ആളുകളെ കണ്ടു. അവരുടെ അടുത്ത് മീറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ സെൽഫീസ് എടുക്കാൻ പറ്റി. കുറേ യൂട്യൂബേഴ്സിനെ കണ്ടു. കാസ്ട്രോ, ഈഗിള്, എൻ ഗെയിംസ്, പ്രോ കള്ളൻ, KMC കൊമ്പൻ, അതുപോലെ തന്നെ ഡ്രീമർ, എല്ലാവരെയും കണ്ട്. കിലുവ, എല്ലാവരെയും കണ്ട്. എന്നിട്ട് അവിടെ കിടന്ന് അലമ്പി കഴിഞ്ഞിട്ട് നമ്മൾ റാഡിസൺ ബ്ലൂവിലോട്ട് വന്നു. ഇവിടെയും കിടന്ന് അലമ്പായിരുന്നു. അങ്ങനെ അലമ്പി ഒരടി അനങ്ങാൻ വയ്യ. 12 മണിയായി. ഇനി ഞാൻ രാവിലെ 5 മണിക്ക് ഇവിടെ നിന്ന് എണീറ്റ് പോകണം. 12 തൊട്ട് 5 വരെ എങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങി. 12 ഇപ്പം നമ്മൾ കിടക്കുമെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ പോയാലും 1 മണി 2 മണിയാവും. 1 മണിക്കൂർ 2 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് നേരെ പോയി ട്രെയിനിൽ കയറി. അതിനകത്തും കയറി കിടന്നുറങ്ങി. ട്രെയിൻ ഞാൻ ബുദ്ധിപരമായിട്ട് എടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് അവസാനത്തെ സ്റ്റോപ്പുള്ള ട്രെയിനാണ് എടുത്തിട്ടുള്ളത്. ഇൻ കേസ് ഉറങ്ങിപ്പോയാൽ അവിടെ തന്നെ ഇട്ടിരിക്കും നമ്മളെ. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ. ലൈക്ക് നമ്മൾ ഭയങ്കര വർക്കിൽ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് കുറച്ച് ഹെക്ടിക് ആയിരുന്നു കുറേ നാളായിട്ട്. എന്നിട്ട് ഇതിലോട്ട് അല്ലേ
ഇതിലോട്ട് ഇങ്ങനൊരു ഇവൻറ്റ് ഞാൻ ഡിസേർവ് ചെയ്തിരുന്നു ഗൈസ്. യെസ്, ഭയങ്കര അടിപൊളി ഇവൻറ്റ്, പൊളി. അപ്പോൾ ഗുഡ് നൈറ്റ് ഗൈസ്. ഞാൻ ഗുഡ് നൈറ്റ് പറയേണ്ട കാര്യം ഇവിടെ രാത്രി ആയതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ വ്ളോഗ് കാണുന്നത് ആ സമയത്ത് മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ആഫ്റ്റർനൂൺ ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. അയ്യോ.